ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർ മാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു. അതിരുകളില്ലാത്ത അങ്ങാടി. ബെസ്റ്റ് ഹൈപ്പർ മാർട്ട്, എടവണ്ണപ്പാറ. കീഴുപറമ്പ് FHCയിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തി. മേലധികാരികളും നാട്ടുകാരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടിട്ടും കാറ്റും മഴയിലും തകർന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടിയുണ്ടാക്കിയ കൂരഷെഡിൽ ആശുപത്രി പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ CPIM കീഴുപറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കുനിയിലും കീഴുപറമ്പിലുമുള്ള കെട്ടിട ഉടമകൾ സൗജന്യമായി കെട്ടിടം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും ചെവികൊള്ളാതെ പഞ്ചായത്ത് ഭരണസമിതി സങ്കുചിത രാഷ്ട്രീയ താൽപര്യത്താൽ ആയുർവേദ ആശുപത്രിയോട് ചേർന്ന് 4 കാലിൽ പ്ലാസ്റ്റിക് ഷീറ്റിൽ കെട്ടിയുണ്ടാക്കി FHC പ്രവർത്തിപ്പിച്ചിരുന്നത്. എന്നാൽ കാറ്റും മഴയും വെയിലും കൊണ്ട് താൽക്കാലിക ഷെഡ് തകർന്നു. എന്നിട്ട് പോലും പാവപ്പെട്ട രോഗികളെ കഷ്ടത്തിലാക്കി മേൽക്കൂരയില്ലാത്ത തകർന്ന ഷെഡിൽ പൊരിവെയിലത്തും മഴയത്തും രോഗികളെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട രോഗികളെ ഇനിയും ദ്രോഹിക്കാതെ സൗകര്യപ്രദമായ കെട്ടിടത്തിലേക്ക് ആശുപത്രി ഉടൻ മാറ്റി സ്ഥാപിക്കണമെന്ന് CPIM കീഴുപറമ്പ് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജനങ്ങളെ സമീപിച്ച് പറഞ്ഞാൽ അവരതിന് തയ്യാറാവും. അതിന് കഴിയാത്ത നട്ടലില്ലാത്ത ഭരണസമിതിയാണ് രാജിവെച്ച് നാട്ടിൽ പോയിക്കോ, വരെ പോയിക്കോ. ഇത് നിങ്ങൾ അധികാര പരിധിയിൽ വരുന്നതാണ്. കേരള ഗവൺമെന്റ് അധികാരം കേന്ദ്രീകരണം നടപ്പിലാക്കിയപ്പോ ചില സ്ഥാപനങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥാപനം ഏൽപ്പിച്ച സ്ഥാപനമാണ് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ. അതിന്റെ ഭരണ ചുമതല നിങ്ങൾക്കാണ്. നിങ്ങളാണ് ഈ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം ഇവിടെയുള്ള ജീവനക്കാരെ, ഡോക്ടർമാരെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള ഏർപ്പാടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധ മാർച്ച് KSKTU ഏരിയ സെക്രട്ടറി പ്രഭാകരൻ പട്ടേരി ഉദ്ഘാടനം ചെയ്തു. CPIM ലോക്കൽ സെക്രട്ടറി KK ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ MM മുഹമ്മദ്, KV ഷഹർബാൻ, P വിജയലക്ഷ്മി, ഷൈജു M, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം CPM റഫീഖ് എന്നിവർ പ്രസംഗിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം P ശ്രീധരൻ സ്വാഗതവും HMC അംഗം AV സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് 10 കീഴുപറമ്പ്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.